ഇന്ന് ചെറുതായിട്ട് ഇവിടെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാളെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ ക്വാർട്ടേഴ്സിൽ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ യൂണിറ്റിൽ ഓണ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉത്രാടത്തിൻ്റെ അന്ന് കുറച്ച് ചെറിയ സദ്യയൊക്കെ ഒന്നും ഉണ്ടാക്കാമെന്ന്. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ കറികളും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഉമേഷ് തേങ്ങയൊക്കെ ചിരങ്ങി തന്നു, പിന്നെന്താ അവിയലിൻ്റെ കഷ്ണങ്ങളും അരിഞ്ഞു തന്നു. വേറെ ഒന്നും ചെയ്തു തന്നിട്ടില്ല, ബാക്കിയെല്ലാം ഞാനാണ് ചെയ്തു. അവിയലൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മുരിങ്ങക്കായ മാത്രം ഇട്ടില്ല കേട്ടോ. മുരിങ്ങക്കായ ഇല്ലാതെ അവിയൽ രസമൊന്നുമില്ല എന്ന് എനിക്കറിയാം, കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെന്താ മുരിങ്ങക്കായ ഇവിടെ ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മളപ്പോൾ സദ്യക്ക് വെച്ച സാധനങ്ങൾ അവിയൽ, സാമ്പാർ, മാങ്ങാച്ചാറ് വെച്ചു കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ നാട്ടിൽ നിന്ന് വളർന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചു. പിന്നെ കൂട്ടുകറി, ഓലൻ, കാളൻ, പിന്നെ ക്യാബേജ് ഉപ്പേരി, പുളിയിഞ്ചി, പപ്പടം, മുളക് വറുത്തത്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ. പിന്നെ പായസം വെച്ചു കേട്ടോ. പാലട പായസമാണ് വെച്ചത്. ആദ്യം വെച്ചതിൽ എല്ലാം റെഡിയായി വന്നപ്പോൾ ഉണ്ട് പാല് കേടുവന്ന പാലായിരുന്നു. പിന്നെ രണ്ടാമത് ഉമേഷ് വേഗം പോയി മേടിച്ച് ഞാൻ വേഗം പായസം ഉണ്ടാക്കി കേട്ടോ. ഭാഗ്യത്തിന് 2 പാലട മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്, അതങ്ങനെ കാര്യമായിട്ടോ. പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഉമേഷ് പായസം വെക്കുമായിരുന്നു. ഞാൻ അപ്പോഴേക്കും എല്ലാം സെറ്റാക്കി റെഡിയാക്കി കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇട്ടത് കഫ്താനായിരുന്നു കേട്ടോ. ഞാനൊരു സാരിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയും കഴിച്ചു. സദ്യ കഴിച്ചാൽ പിന്നെ ഉറക്കം അങ്ങോട്ട് വരും. പിന്നെ അങ്ങോട്ട് പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങുക കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.